Good afternoon. Today we are going to discussing about design of truss and design of masonry wall. റൂഫ് ട്രസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം സി എ ലാബ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ലാബിൽ നമ്മൾ റൂഫിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഫ്രെയിം പറയണത് നമ്മളെ ഈ റൂഫിന് സപ്പോർട്ടായിട്ട് താഴത്തേക്ക് നിൽക്കുന്ന ആ ഒരു പോർഷനാണ് ഫ്രെയിം എന്ന് പറയണത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നു. ആ സമയത്ത് റൂഫ് ട്രസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രസ് പറഞ്ഞാൽ നമ്മൾ ഷീറ്റൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ഈസ് എ ഫ്രെയിംഡ് സ്ട്രക്ചർ കമ്പോസ്ഡ് ഓഫ് സെവറൽ മെമ്പേഴ്സ് വിച്ച് ആർ റിബറ്റഡ് ഓർ വെൽഡഡ് ടുഗദർ അറ്റ് ദെയർ എൻഡ്സ്. ഒന്നെങ്കിൽ റിബറ്റ് ചെയ്യും അല്ലെങ്കിൽ വെൽഡ് ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾ BPD ഡ്രോയിങ് ഒക്കെ പഠിക്കുന്ന സമയത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റൂഫ്, കപ്പിൾ റൂഫ്, ക്ലോസ് കപ്പിൾ റൂഫ്, ലീൻ ടു റൂഫ് എന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ടാവും. അതിലുള്ള ഒന്നാണ് ഇത് എന്ന് പറയണത്. അപ്പോൾ റൂഫ് ട്രസ് എന്ന് പറയണ അതിൻ്റെ ക്ലിയർ സ്പാൻ എന്ന് പറയണത് രണ്ട് വാളിൻ്റെ ഇടയിലേക്ക്, അതായത് ഒരു വാളിൻ്റെ ഇടയിൽ നിന്ന് അടുത്തൊരു വാളിൻ്റെ ഇടയിലേക്കുള്ള ആ ഒരു ഡിസ്റ്റൻസിനെ ക്ലിയർ സ്പാൻ എന്നും, ഒരു വാളിൻ്റെ സെൻറ്ററിൽ നിന്ന് അടുത്ത വാളിൻ്റെ സെൻറ്റർ വരെ, അതായത് നമ്മളെ റൂഫ് ട്രസിൻ്റെ എൻഡ് മുതൽ എൻഡ് വരെയുള്ള ഡിസ്റ്റൻസിനെ എഫക്റ്റീവ് സ്പാൻ എന്നുമാണ് പറയാം. ഇത്രയാണ് കമ്പോണൻറ്റ് പാർട്സ് ഓഫ് റൂഫ് ട്രസ് പറയുന്നത്. പ്രിൻസിപ്പൽ റാഫ്റ്റർ പറഞ്ഞാൽ കഴുക്കോല് എന്നാണ് അർത്ഥം. ബോട്ടം കോഡ്, ടൈസ്, സ്ട്രട്ട്, പർലിൻസ് പട്ടികയാണ്. റാഫ്റ്റേഴ്സ് പറഞ്ഞു. റിഡ്ജ് ലൈന്, ഈവ്സ്, പാനൽ പോയിൻറ്റ്സ്, റൂഫ് കവറിങ്സ്. റിഡ്ജ് പീസ് പറയുന്നത് ഏറ്റവും ടോപ്പിൽ കൊടുക്കുന്ന ഒരു വുഡിൻ്റെ പീസാണ്. അതായത് സെൻറ്ററിൽ കണ്ടോ അവിടെ കൊടുക്കുന്ന ആ ഒരു ഇതിനെയാണ് റിഡ്ജ് പീസ് എന്ന് പറയാം. പിന്നെ പറഞ്ഞാൽ പിച്ച് പറഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ്, ആംഗിളാണ്. പർലിൻസ് പറഞ്ഞു ഞാൻ പട്ടികയാണ്. റാഫ്റ്റർ ഇതാണ്. ടൈസ് എന്ന് പറയുന്നത് ഓരോന്നും തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻറ്റ്സ്, ഈവ്സ് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം പോകാൻ വേണ്ടി നമ്മളിതിൻ്റെ ഇടയിൽ ഒരു പ്രൊജക്ഷൻ കൊടുക്കും. അതാണ് ഈവ്സ് എന്ന് പറയണത്. കമ്പോണൻറ്റ്സ് എന്താണെന്നുള്ളത് മാർക്ക് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. ഇനി ടൈപ്പ് ഓഫ് റൂഫ് ട്രസ്സസ്. കുറച്ച് ടൈപ്പ് ഉണ്ട്. കിങ് പോസ്റ്റ് ട്രസ്, ക്യൂൻ പോസ്റ്റ് ട്രസ്, ഇതൊക്കെ ടൈപ്പ് ഓഫ് ട്രസ്സാണ്. ഹോ ഫ്ലാറ്റ് ട്രസ്, ഫ്ലിങ്കർ ട്രസ്, ഫാൻ ട്രസ്, നോർത്ത് ലൈറ്റ് ട്രസ്, സോട്ടൂത്ത് ട്രസ്, മോണിറ്റർ ട്രസ്. ഇതിൻ്റെയൊക്കെ ഫിഗർ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഇപ്പോഴല്ല, നെക്സ്റ്റ് ക്ലാസ്സിൽ അയച്ചു തരാം. അപ്പോൾ അതൊക്കെ ഒന്ന് വരച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ തരാം. ദെൻ നെക്സ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂഫ് ട്രസ് ഡിസൈൻ ചെയ്യുമ്പോൾ അക്കോർഡിംഗ് ടു 875 875ൻ്റെ കോഡ് പ്രകാരം നിങ്ങളെ കയ്യിലുള്ള 875ൻ്റെ കോഡാണ്. വിൻഡ് ലോഡ് എന്ന് പറഞ്ഞിട്ടൊരു കോഡ് ഉണ്ടാവും. അതാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. നമ്മൾ റൂഫ് ട്രസ്സൊക്കെ ചെയ്യുമ്പോൾ വിൻഡ് ലോഡാണ് അവിടെ കൺസിഡർ ചെയ്യുക കേട്ടോ. അത്രയും ഹൈറ്റിലേക്ക് ചെയ്യുമ്പോൾ വിൻഡ് ലോഡ് കൺസിഡർ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ എന്തൊക്കെ ലോഡാണ് റൂഫ് ട്രസ്സിൽ ആക്ട് ചെയ്യണമെന്നുള്ളതാണ്. ഡെഡ് ലോഡ്, ലൈവ് ലോഡ്, വിൻഡ് ലോഡ്, എർത്ത് കേക്ക് ലോഡ്, ഇറക്ഷൻ ലോഡ്, സ്നോ ലോഡ്. ഡെഡ് ലോഡ് പറഞ്ഞാൽ അതിൻ്റെ സെൽഫ് വെയിറ്റ്, ലൈവ് ലോഡ് പറഞ്ഞാൽ അതിൻ്റെ മുകളിലേക്ക് വരുന്ന വെയിറ്റ്, വിൻഡ് ലോഡ് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൻ്റെ ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു ചലനം, അതുകൊണ്ടുണ്ടാകുന്ന ഒരു എഫക്റ്റ്, അതാ ലോഡ്. എർത്ത് കേക്ക് പറഞ്ഞാൽ എർത്ത് കേക്കിനെ വേണ്ടി നമ്മൾ ലോഡ് കൺസിഡർ ചെയ്യുന്നതാണ്. അതായത് സീസ്മിക് ലോഡ് പറഞ്ഞിട്ട് എടുക്കുന്നതാണ്. ഇറക്ഷൻ ലോഡ്, സ്നോ ലോഡും അതൊക്കെ അതേപോലെ തന്നെ നമ്മളിവിടെ ചെയ്യാൻ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ ആക്ട് ചെയ്യുന്ന ലോഡുകളാണ്. ഡെഡ് ലോഡ് എന്ന് പറയുന്നത് നമ്മൾ ഷീറ്റിനനുസരിച്ചിട്ടാണ്. അതായത് റൂഫിൻ്റെ മുകളിൽ AC ഷീറ്റാണ് ഇടണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ് വാല്യൂ ഉണ്ട്. 170 മുതൽ 200 വരെ. ഇതിൻ്റെ ഇടയിലുള്ളൊരു വാല്യൂ ആണ് നമ്മൾ എടുക്കേണ്ടത്. GI ഷീറ്റാണെന്നുണ്ടെങ്കിൽ 100 മുതൽ 150 വരെ. ഇത് ഷീറ്റിൻ്റെ മാത്രമാണ് ആയിട്ടുള്ളൂ. ഇതേപോലെ പർലിനുണ്ട്. പർലിൻ എന്ന് പറഞ്ഞ പട്ടികകൾ, റൂഫിൽ വരുന്ന ഓരോ കമ്പോണൻസ് ഇല്ല, അതിനൊക്കെ സെൽഫ് വെയിറ്റ് വേറെ ഉണ്ട്. അപ്പോൾ പർലിൻ്റെ വെയിറ്റ് പറയുന്നത് 100 മുതൽ 120 വരെ. ബ്രേസിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള ആ ഒരു ഇതിന് വേണ്ടിയിട്ടാണ്. അറ്റാച്ച്മെൻറ്റിന് കാണിച്ചു തരാം. ഇവിടെ നോക്കുക. ഇതിൽ നമ്മൾ ഓരോരോ ഈ നീളത്തിൽ ഇങ്ങനെ പോണ ഈ കമ്പോണൻസ് നമ്മൾ ട്രസ്സിൽ കൊടുക്കുന്ന ആ കമ്പോണൻസിൽ ക്രോസ് ആയിട്ട് കൊടുക്കണ കണ്ടില്ലേ, ഇടവിൽ വെച്ചിട്ട്. ബ്രേസിങ്സ് പറയുന്നത് ഇതാണ്, കണ്ടോ, നീളത്തിൽ ഇങ്ങനെ പോകുന്നുണ്ട്, ഹൊറിസോണ്ടലായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ക്രോസ് ആയിട്ട് വരുന്നതില്ലേ, അങ്ങനെ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ ബ്രേസിങ്സ് എന്ന് പറയാം. അതേപോലെ സ്ട്രട്ട് പറയുന്നത് കണ്ടോ, ഇവിടെ താഴ്ഭാഗത്ത്, അതായത് റൂഫ് ട്രസ്സിന് സപ്പോർട്ടായിട്ട് നമ്മൾ ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുക്കുന്ന മെമ്പർ, അത് ഇതിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഞാൻ ഈ ഒരു ഫിഗർ കാണിച്ചു തന്നത്. ഇതിനാണ് സ്ട്രട്ട് എന്ന് പറയുക. ഈ ബോട്ടം പോർഷൻ ഇല്ലേ, അതിനെ നമ്മൾ ബോട്ടം കോഡ് പറഞ്ഞിട്ട് നേരത്തെ പഠിച്ചിരുന്നു. ഇപ്പോൾ സെൽഫ് വെയിറ്റ് ഓഫ് ബ്രേസിങ് എന്ന് പറയുന്നത് 20 Nm/m². അടുത്ത ട്രസ് ചെയ്യുന്ന സമയത്ത് ഇഫ് ഓൺലി സ്പാൻ ഈസ് ഗിവൺ, സ്പാൻ മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ, നമുക്ക് ക്വസ്റ്റ്യനിൽ റൂഫ് ട്രസ് ഇത്ര മീറ്റർ സ്പാൻ ആണെന്ന് മാത്രമേ തന്നിട്ടുള്ളൂ എങ്കിൽ
ആ ഡ്രസ്സിൻ്റെ സെൽഫ് വെയിറ്റ് എന്ന് പറഞ്ഞ് കാണാൻ 20 + 6.6 L. ഇഫ് സ്പാൻ ആൻഡ് സ്പേസിംഗ് ഓഫ് ഡ്രസ് ഈസ് ഗിവൺ, സ്പാനും സ്പേസിങ്ങും തന്നിട്ടുണ്ടെങ്കിൽ സെൽഫ് വെയിറ്റ് കാണാൻ 10 × L/3 + 5 × S/4. വേർ എസ് ഈസ് ദി സ്പേസിംഗ് ഓഫ് ഡ്രസ്സസ്, എൽ എന്ന് പറയണത് സ്പാന്. ഇനി ഡെഡ് ലോഡ് എന്ന് പറയണത് ഇപ്പം നമ്മൾ 4 എണ്ണത്തിൻ്റെ കണ്ടു, ഷീറ്റിൻ്റെ കണ്ടു, പർലിൻ്റെ കണ്ടു, ബ്രേസിങ്ങിൻ്റെ കണ്ടു, ഡ്രസ്സിൻ്റെ കണ്ടു. അതാണ് ടോട്ടൽ വരിക. അപ്പോൾ ഈ 4 എണ്ണത്തിൻ്റെയും കൂടി സമ്മേഷനാണ് ഡെഡ് ലോഡ് എന്ന് പറയണത്, അവിടുത്തെ ഡെഡ് ലോഡ് എന്ന് പറയണത്. ദെൻ ലൈവ് ലോഡ്. ലൈവ് ലോഡ് ക്യാൻ ബി ബേസ്ഡ് ഓൺ ദി സ്ലോപ്പ് തീറ്റ. അതായത് നമ്മളെ റൂഫ് ഡ്രസ്സിന് ഇതേപോലൊരു റൈസും ഉണ്ടാവും, 2 സൈഡിലും ആംഗിൾ ഉണ്ടാവും തീറ്റ. ആ ടാൻ തീറ്റ എന്ന് പറയണത് റൈസ് ഡിവൈഡഡ് ബൈ സ്പാൻ ആണ്. ആ ആംഗിൾ ടാൻ തീറ്റ എന്ന് പറയണത്. റൈസ് ഇസ് ഈക്വൽ ടു സ്പാൻ ഇൻറ്റു പിച്ച്. ഇക്വേഷൻസ് നിങ്ങൾ പഠിക്കേണ്ടതാണ്. റൈസ് ഇസ് ഈക്വൽ ടു സ്പാൻ ഇൻറ്റു പിച്ച്. അപ്പോൾ റൈസ് സ്പാൻ ഇൻറ്റു പിച്ച് ആയതുകൊണ്ട് തന്നെ തീറ്റ ഇസ് ഈക്വൽ ടു, നമുക്ക് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു റൈസ് ബൈ ഹാഫ് സ്പാൻ ആണ്. അപ്പോൾ അതിൽ നിന്ന് തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് റൈസ് ബൈ ഹാഫ് സ്പാൻ. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടും എത്രയാണെന്നുള്ളത്. ആ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 10 ഡിഗ്രീനേക്കാൾ കുറവാണെന്നുണ്ടെങ്കിൽ ലൈവ് ലോഡ് എടുക്കേണ്ടത് 750 Nm/m² എന്നാണ്. തീറ്റയുടെ വാല്യൂ 10-നേക്കാൾ കൂടുതലാണെന്നുണ്ടെങ്കിൽ ലൈവ് ലോഡ് എടുക്കേണ്ടത് 750-ൽ നിന്ന് തീറ്റ - 10 ഡിഗ്രി × 20 ചെയ്യണ വാല്യൂ ആണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ഡ്രസ്സിലെ മാത്രം ലൈവ് ലോഡ് എന്ന് പറയണത് 2/3 × LL. ഇവിടെ കിട്ടുന്ന വാല്യൂവിൻ്റെ 2/3 അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കണം ഡ്രസ്സിൽ മാത്രമായിട്ട് എടുക്കുന്ന വാല്യൂ എന്ന് പറയണത്. ഇനി വിൻഡ് ലോഡ്. വിൻഡ് ലോഡ് എന്ന് പറയണത് കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യം ബേസിക് വിൻഡ് സ്പീഡ് കണ്ടുപിടിക്കണം. ബേസിക് വിൻഡ് സ്പീഡ് എന്ന് പറയണത് IS 875-ലുണ്ട്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അതിലുണ്ട് കേട്ടോ. ബേസിക് വിൻഡ് സ്പീഡ് ക്ലോസ് ഉണ്ട്, ആ ക്ലോസിൽ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക. പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് പ്രോബ്ലം ചെയ്യുമ്പോൾ. VB ആണ് ഡിനോട്ട് ചെയ്യണത്. ഡിസൈൻ വിൻഡ് സ്പീഡ് VZ കാണുക. ആ VZ കാണണമെന്നുണ്ടെങ്കിൽ VB അറിയണം, K1, K2, K3 അറിയണം, ഫാക്ടേഴ്സ് അറിയണം. K1 അറിയണത് റിസ്ക് കോഎഫിഷ്യൻ്റ് ആണ്. K1 അതെന്ന് പറയണത് ദ വാല്യൂസ് അവൈലബിൾ ഇൻ ടേബിൾ 1, അതായത് ടേബിൾ 1 IS 875-ലുണ്ട്. അടുത്ത K2 എന്ന് പറയണത് ടെറൈനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ടെറൈൻ്റെ ഹൈറ്റ്, എത്രത്തോളം ഹൈറ്റുള്ള ഏരിയയാണ് എന്നുള്ളതൊക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. സ്ട്രക്ചറിൻ്റെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് K2. 4 കാറ്റഗറീസ് ഉണ്ട്. 4 കാറ്റഗറീസും ക്ലാസ്സുകളും ഒക്കെ ഉണ്ട് കേട്ടോ, അതിന് ഡിപ്പെൻഡ് ചെയ്യും. കാറ്റഗറി 1 പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയാണ്. അതുപോലെ തന്നെ അവിടെ വേറെ ഒബ്സ്ട്രക്ഷൻസോ കാര്യങ്ങളൊന്നും ഇല്ല. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ 1.5 മീറ്ററിൽ കുറവാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതാണ് കാറ്റഗറി 1 പറയണത്. അടുത്ത കാറ്റഗറി 2 പറഞ്ഞാൽ ഓപ്പൺ ടെറൈൻ ആണ്, ഒബ്സ്ട്രക്ഷൻസ് ഉണ്ട്. ആ ഒബ്സ്ട്രക്ഷൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 1.5 മുതൽ 10 മീറ്റർ വരെ ഒബ്സ്ട്രക്ഷൻസ്. അത് കല്ലായിക്കോളാം, സ്റ്റോൺ ആയിക്കോളാം, പാറയാവാം, അങ്ങനെയുള്ള ഇതും ആവാം, എന്ത് ഒബ്സ്ട്രക്ഷൻസും ആവാം. കാറ്റഗറി 3 പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസ്ലി സ്പേസ്ഡ് ഒബ്സ്ട്രക്ഷൻസ് ഹാവിങ് സൈസ് ഓഫ് ബിൽഡിങ്സ് അപ് ടു 10 മീറ്റർ ഹൈറ്റ്. പല ബിൽഡിങ്സും ആവാം 10 മീറ്റർ ഹൈറ്റ് വിത്ത് ഓർ വിത്തൗട്ട് ഫ്യൂ ഐസൊലേറ്റഡ് ടാൾ സ്ട്രക്ചർ. അതുപോലെ തന്നെ കുറച്ച് ടാൾ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ കാറ്റഗറി 3. ഇനി കാറ്റഗറി 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി ക്ലോസ്ഡ് സ്പേസ്ഡ് ഒബ്സ്ട്രക്ഷൻസ്, ഒരുപാട് ലാർജ് ആയിട്ടുള്ള, അത് ക്ലോസ് ആയിട്ട് സ്പേസ് അടുത്തടുത്തായിട്ട് സ്പേസ് ചെയ്തിട്ടുള്ളതാണ് കാറ്റഗറി 4 എന്ന് പറയുന്നത്. ഇനി സൈസ് ഫാക്ടർ, ബിൽഡിങ്ങിൻ്റെ സൈസ് ഫാക്ടറിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ക്ലാസ് എ ഉണ്ട്, ക്ലാസ് ബി ഉണ്ട്, ക്ലാസ് സി ഉണ്ട്. ബിൽഡിംഗ് ഹാവിങ് മാക്സിമം ഡയമെൻഷൻ ലെസ് ദാൻ 20 മീറ്റർ. ബിൽഡിങ്ങിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 20 മീറ്ററിൽ കുറവാണെങ്കിൽ ക്ലാസ് എ, 20 × 50 മീറ്ററിൻ്റെ ഇടയിലാണെന്നുണ്ടെങ്കിൽ ക്ലാസ് ബി, ഗ്രേറ്റർ ദാൻ 50 ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് സി. K2 എന്ന് പറയണത് ഡിപ്പെൻഡ് ചെയ്യണത് എബവ് 2 ഫാക്ടേഴ്സ് ആൻഡ് ഹൈറ്റ്. ഈ 2 ഫാക്ടേഴ്സിനെയും, അതായത് കാറ്റഗറിനെയും ക്ലാസ്സിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ K2 പറയുന്ന വാല്യൂ എടുക്കുക. ഇനി K3 പറയുന്നത് ഡിപ്പെൻഡ് ഓൺ ടോപ്പോഗ്രഫിക് ഫാക്ടർ. ദിസ് ഈസ് ടു അക്കോർഡിംഗ് ടു ടോപ്പോഗ്രഫിക് ഫീച്ചേഴ്സ്. ഇറ്റ് ഈസ് അക്കൗണ്ട് ദ ടോപ്പോഗ്രഫിക് ഹില്ലി, വാലി, റിഡ്ജസ്, അങ്ങനെയുള്ള കേസ്. ടോപ്പോഗ്രഫിക് ഈസ് സിഗ്നിഫിക്കൻ്റ് അറ്റ് സൈറ്റ് വെൻ അപ്വൈൻഡ് തീറ്റ ഈസ് ഗ്രേറ്റർ ദാൻ 3 ഡിഗ്രി ആൻഡ് ബിലോ ദാറ്റ്. നമുക്ക് K3 എടുക്കണം എങ്ങനെയാണെന്നുള്ളത് തന്നെ ഞാൻ കോഡ് വെച്ചിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അടുത്ത ഡിസൈൻ വിൻഡ് പ്രഷർ PD ഈസ് ഈക്വൽ ടു, വിൻഡ് പ്രഷർ കാണാൻ വേണ്ടിയിട്ട് PD-യുടെ ഇക്വേഷനാണ് 0.6 VZ². VZ പറഞ്ഞ ഡിസൈൻ വിൻഡ് സ്പീഡാണ്. നമുക്കിവിടെ K1 × K2 × K3 പറഞ്ഞിട്ട് VB മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് കിട്ടും. അതിന് ശേഷം PD കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ അതിനെ 0.6
ഇത് സ്ക്വയർ കണ്ടിട്ട് 0.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി റൂഫിൽ ആക്ട് ചെയ്യുന്ന വിൻഡ് പ്രഷർ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷനാണ് നമുക്ക് ഇൻറ്റേർണൽ എക്സ്റ്റേണൽ പ്രഷർ കാണാനാണ്. അതിൽ CPE ഉണ്ട്. CPE പറഞ്ഞാൽ എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്, അതായത് കാറ്റടിക്കുമ്പോൾ പുറമേ ഉണ്ടാവുന്ന എക്സ്റ്റേണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. CPI എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്, ഉൾഭാഗത്ത് ഇൻറ്റേർണൽ ആയിട്ട് ഉണ്ടാവുന്ന പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. A പറഞ്ഞാൽ സർഫസ് ഏരിയ ഓഫ് സ്ട്രക്ചർ എലമെൻറ്റ് സർഫസ് ഏരിയയാണ്. PD പറഞ്ഞാൽ ഡിസൈൻ വിൻഡ് പ്രഷറുമാണ്. അതിൽ ഇക്വേഷൻ അത് F=CPE - CPI × A × PD. ഇതിൽ CPE എന്ന് പറയുന്നത് ഡിപ്പെൻഡ് ചെയ്യണത് റൂഫിൻ്റെ ഷേപ്പിനെ, സൈസ് ഓഫ് ബിൽഡിങ്ങിനെ, സ്ലോപ്പ് ഓഫ് ദി റൂഫിനെ, വിൻഡ് ആംഗിളിനെ, ഇത്രയാണ് ഡിപ്പെൻഡ് ചെയ്യണത്. ഇനി CPE എടുക്കുമ്പോൾ തന്നെ വിൻഡ് ആംഗിൾ 0 ഡിഗ്രി, വിൻഡ് ആംഗിൾ 90 ഡിഗ്രി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ വിൻഡ് വാർഡ് സൈഡ്, ലീവാർഡ് സൈഡ്. വിൻഡ് വാർഡ് സൈഡ് പറഞ്ഞാൽ കാറ്റ് അടിക്കുന്ന അതേ ദിശ എന്ന് പറയും. ലീവാർഡ് സൈഡ് പറഞ്ഞാൽ കാറ്റ് ഈ ഡയറക്ഷനിൽ അടിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെ 90 ഡിഗ്രിയിലും 0 ഡിഗ്രിയിലും ഒക്കെ ഉള്ള വാല്യൂസ് ഒക്കെ തന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ ഇപ്പോൾ ക്ലിയർ ആവില്ല. ഇനി അടുത്തത് CPI എന്ന് പറഞ്ഞാൽ ഇൻറ്റേർണൽ പ്രഷർ കോഎഫിഷ്യൻ്റ് ആണ്. ഡിപ്പെൻഡ് ചെയ്യണത് പെർമിബിലിറ്റീനെയാണ്. പെർമിബിലിറ്റി >20 ആണ്. അതുപോലെ ഓപ്പണിംഗ് >20 ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ടാണ് CPI എടുക്കുന്നത്. അപ്പോൾ അതിൽ വാല്യൂസ് CPIയുടെ വാല്യൂ തന്നിട്ടുണ്ട്. 0 ആണെങ്കിൽ, നോർമൽ ആണെങ്കിൽ, മീഡിയം ആണെങ്കിൽ, ലാർജ് ആണെങ്കിൽ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമുക്ക് ഇതിൽ 2-3 ടൈപ്പ് പ്രോബ്ലമാണ് ക്വസ്റ്റ്യനിൽ ചോദിക്കാറുള്ളത് സാധാരണ. ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂഫിൽ ആക്ട് ചെയ്യണ വിൻഡ് പ്രഷർ കാണാൻ വേണ്ടിയിട്ട്, അതായത് F=CPE - CPI × A × PCD, ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതല്ലെങ്കിൽ ബേസിക് വിൻഡ് പ്രഷർ, നമ്മൾ VB കാണാനുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നില്ലേ, ഇത് വിൻഡ് പ്രഷർ എന്ന് പറയും. മറ്റേത് വിൻഡ് സ്പീഡ്, ഡിസൈൻ വിൻഡ് സ്പീഡ്. ഇത് രണ്ടുമാണ് റൂഫ് ട്രസ് എന്ന് എപ്പോഴും ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ്. പിന്നെ ഉള്ളത് മേസൺറി വാളാണ്. മേസൺറി വാളിൻ്റെ ഡിസൈൻ എന്ന് പറയാനൊന്നുമില്ല, ആകെ ഒരൊറ്റ ഇതേ ഉള്ളൂ, ഒരു കൺസിഡറേഷൻ മാത്രമേ ഉള്ളൂ. അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ മാത്രമേ ഉള്ളൂ, അല്ലാതെ കൂടുതൽ എലാബറേറ്റ് ആയിട്ടൊന്നും വരുന്നില്ല. ഇതിലാണ് കുറച്ച് ടേംസ് കാര്യങ്ങൾ, നിങ്ങളിപ്പോൾ ഇത്രയും ദിവസം പഠിച്ച ടേംസോ കാര്യങ്ങളോ ഒന്നല്ലാതെ കുറേ പുതിയ ടേംസാണ് എല്ലാം. അപ്പോൾ അത് മാത്രമേ കുറച്ച് വ്യത്യാസമുള്ളൂ. പിന്നെ ആ കോഡ് എന്ന് പറയുന്നത് നേരിട്ട് ഇടപഴകിയൊരു ശീലം ഉണ്ടാവില്ല. ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ആ കോഡൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നോക്കിയിട്ടൊക്കെ ഒന്ന് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇത് പറയുന്നത് സിമ്പിൾ പ്രോബ്ലംസ് ആണ്, അതായത് ആകെ 2 സിമ്പിൾ പ്രോബ്ലം ആണ്. മറ്റേത് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഉള്ളതിൽ ഡിസ്കസ് ചെയ്തുതരാം. വിൻഡ് പ്രഷറൊക്കെ കാണുന്ന പ്രോബ്ലം എന്ന് പറയണത്. അപ്പോൾ ഇത് പറഞ്ഞാൽ ആംഗിൾ കണ്ടുപിടിക്കാനാണ്. ലൈവ് ലോഡ് മാത്രം കണ്ടുപിടിക്കാനാണ് റൂഫ് ട്രസ്സിൽ. അപ്പോൾ നമുക്ക് ആംഗിൾ മാത്രം തന്നിട്ടുണ്ട്. ആംഗിൾ ഓഫ് പിച്ചിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത്, അതായത് റൂഫ് ട്രസ് ഉണ്ടെങ്കിൽ ട്രസ്സിൻ്റെ ആംഗിൾ അറിയണം. തീറ്റ അറിയണത് 18 ഡിഗ്രിയാണെന്ന് തന്നു. അപ്പോൾ നമുക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു, 10 ഡിഗ്രിയിനേക്കാൾ കുറവാണെങ്കിലും 10 ഡിഗ്രിനേക്കാൾ എക്സീഡ് ചെയ്യുകയാണെങ്കിലും എന്ന് പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ 10 ഡിഗ്രി അല്ല, 10 ഡിഗ്രിനേക്കാൾ എക്സീഡ് ആണ്. അപ്പോൾ ഇക്വേഷൻ എന്തായി, 750 - തീറ്റ - 10 ഡിഗ്രി × 20. അപ്പോൾ 750 - തീറ്റ അറിയണത് 18 ആണ്. 10 × 20 കൊടുത്തു. അപ്പോൾ നമുക്ക് ലൈവ് ലോഡ് കിട്ടി, എളുപ്പമാണ്. 590 Nm². ഇതേപോലെ ലൈവ് ലോഡ് ഓൺ റൂഫ് ട്രസ് ഓഫ് സ്ലോപ്പ്, ലൈവ് ലോഡ് ഓൺ റൂഫ് ട്രസ്സിലുള്ള ലൈവ് ലോഡ് കണ്ടുപിടിക്കണം. സ്ലോപ്പ് 24 ഡിഗ്രിയാണ് പറഞ്ഞു. തീറ്റ തന്നു 24 ഡിഗ്രി. തീറ്റ വാല്യൂ ഈസ് <10 ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ ലൈവ് ലോഡ് 750 Nm² ആണ് എടുക്കുന്നത്. പിന്നെയും എഴുതാൻ കാരണം അത് കണ്ടീഷനൊക്കെ അറിയാമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയത് കേട്ടോ. അപ്പം അടുത്തത് ലൈവ് ലോഡ് ഓൺ റൂഫിലുള്ള ലൈവ് ലോഡാണ് കാണുന്നുണ്ടെങ്കിൽ 750 - തീറ്റ - 10 × 20. അപ്പോൾ 24 ഡിഗ്രിയുടെ കൊടുത്തപ്പോൾ നമുക്ക് റൂഫിലുള്ള ലൈവ് ലോഡ് കിട്ടി, 470 Nm² ആണ്. ഇനി ട്രസ്സിലുള്ള ലൈവ് ലോഡ് അറിയണം. അപ്പോൾ ട്രസ്സിലുള്ള ലൈവ് ലോഡ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ റൂഫിൽ കിട്ടുന്ന ലൈവ് ലോഡിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 2/3 നമുക്ക് 470 റൂഫിലുള്ളത് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ റൂഫിലുള്ളത് കിട്ടിയതിനെ 2/3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 313.33 എന്ന് കിട്ടും. അതാണ് ട്രസ്സിലുള്ളത്. ഇതാണ് ആ ഒരു ഇക്വേഷൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നേരത്തെ പ്രോബ്ലത്തിൽ ലൈവ് ലോഡ് ഓൺ ദി റൂഫ് ട്രസ് എന്നാണ് പറഞ്ഞത്, ഇവിടെ റൂഫ് ആൻഡ് ട്രസ് എന്നാണ് പറയണത്. മറ്റേത് റൂഫ് ട്രസ് എന്ന് പറഞ്ഞു, അതായത് റൂഫിലുള്ള മാത്രമേ കണ്ടുപിടിക്കാനുള്ളൂ. ഇവിടെ റൂഫ് ആൻഡ് ട്രസ് പറയണത് റൂഫിൽ സെപ്പറേറ്റും ട്രസ്സിൽ വേറെ സെപ്പറേറ്റും കണ്ടുപിടിക്കണം എന്നാണ്. അതുകൊണ്ടാണിത് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, ഇനി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്
കോഡ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ചെയ്യാനുള്ള പ്രോബ്ലംസ് ആണ്. അപ്പോൾ അടുത്ത 2 ക്ലാസ്സിലൂടെ റൂഫ് ട്രസ്സിൻ്റെ പ്രോബ്ലം നമുക്ക് തീർക്കാം. ഓക്കെ.